നമ്മൾ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ സർക്കിൾസ് ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ഭാഗമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഒരു സെമി സർക്കിളത്തെ ആംഗിൾ 90 ഡിഗ്രി ആവും നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവുമെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ABCD എന്ന് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓരോ വെട്ടിസും നമ്മൾ ABCD എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ AC കണക്ട് ചെയ്തിട്ട് ഒരു ഡയഗണൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺ എയും കോൺ ഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ വികരണം വരച്ചു കഴിഞ്ഞാൽ കോൺ എയും കോൺ ഡിയും എന്താവും, സപ്ലിമെൻ്ററി ആംഗിൾസ് ആവും. സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കോൺ ബിയും കോൺ ഡിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ആവും കിട്ടുക. ഇതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വരച്ച് കഴിഞ്ഞാൽ കോൺ ബിയും കോൺ ഡിയും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, ആ മറ്റ് രണ്ട് കോണുകൾ അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, സപ്ലിമെൻ്ററി ആംഗിൾസ് ആവും കിട്ടുക. അതായത് നമ്മളൊരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടിക്സും സർക്കിളിൽ തട്ടുന്ന രീതിക്ക് നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വരച്ച് കഴിഞ്ഞാൽ ആ ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ്സ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ്സ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 180 കിട്ടും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോൺവേഴ്സ് ട്രൂ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഓപ്പോസിറ്റ്സ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്, ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ 9th പഠിച്ചു കഴിഞ്ഞു എന്ത്, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 3 വെർട്ടിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, സർക്കിൾ വരയ്ക്കാൻ പറ്റും എന്ന് നിങ്ങൾ പഠിച്ചു. അങ്ങനെ നമ്മൾ 3 വെർട്ടിക്സ് ഉപയോഗിച്ച് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു വെർട്ടിക്സ് എന്താവാം, സർക്കിളിന് പുറത്താവാം, അല്ലെങ്കിൽ എന്താവാം, സർക്കിളിൻ്റെ അകത്താവാം. നമ്മൾ ഫസ്റ്റ് കേസ് എന്ത് ചെയ്യാണ്, സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ 3 വെർട്ടിക്സ്, അതായത് ABC എന്ന് പറഞ്ഞ 3 വെർട്ടിക്സ് എവിടെയാണ്, വൃത്തത്തിലാണ്. മൂന്നാമത്തെ വെർട്ടിക്സ് എവിടെയാണ്, വൃത്തത്തിൻ്റെ പുറത്താണ്. അതായത് D എന്ന് പറഞ്ഞ വെർട്ടിക്സ് എവിടെയാണ് കിടക്കുന്നത്, വൃത്തത്തിൻ്റെ പുറത്താണ്. ഇനി നമ്മൾ E എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. ആ ഈ പറഞ്ഞ പോയിൻ്റ് എവിടെയാണ്, ഈ DC എന്ന് പറഞ്ഞ DC എന്ന് പറഞ്ഞ ലൈന് എവിടെയാണോ സർക്കിളിൽ ജോയിൻ ചെയ്യണേ ആ പോയിൻ്റാണ് എന്ത് പറയുന്നത്, E എന്ന് പറഞ്ഞ പോയിൻ്റ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ AEC, ആംഗിൾ ബിയും ആംഗിൾ AECയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ്, 180 കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ അപ്പോൾ 180 കിട്ടുന്നു കിട്ടി. ഈ ആംഗിൾ AEC എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, ആംഗിൾ AEDയും EDയും ഈ 2 ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണോ അതിന് തുല്യമാണ് എന്ത്, ആംഗിൾ AEC എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് കിട്ടും, ആംഗിൾ AEC എന്ന് പറയുന്നത് എന്തിന് തുല്യമാണെന്ന് കിട്ടും, ആംഗിൾ EADയും ആംഗിൾ Dയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണോ അതിന് തുല്യമാണ് എന്ത്, ആംഗിൾ AEC എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് കിട്ടും, ഈ ആംഗിൾ D എന്ന് പറയുന്നത് ആംഗിൾ ഈ AEC എന്ന് പറഞ്ഞ ആംഗിളിനെക്കാട്ടും എന്താണ്, ചെറുതാണെന്ന് കിട്ടും. അങ്ങനെ ചെറുതാണെന്ന് കിട്ടിയതുകൊണ്ട് എന്താ നമുക്ക് പറയാൻ പറ്റും, ആംഗിൾ Bയും ആംഗിൾ Dയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്, 180നേക്കാട്ടും ചെറുതാണ് പറയാൻ പറ്റും. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റും, 180നേക്കാട്ടും ചെറുതാണ് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് പറയണേ, ഈ ആംഗിൾ AEC എന്താണ്, ഡിനെക്കാട്ടും വലുതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൂട്ടിയാലാണ് 180 കിട്ടുക, ആംഗിൾ AECയും ആംഗിൾ ബിയും കൂട്ടിയാലാണ് 180 കിട്ടുക. അതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടി എന്താവും, 180നേക്കാട്ടും ചെറുതാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസ് എന്താണെന്ന് വെച്ചാൽ വെർട്ടെക്സ് D എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഇത്രയും നേരത്തെ നോക്കിയത് വെർട്ടെക്സ് D എവിടെയായിരുന്നു, സർക്കിളിന് പുറത്തായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെർട്ടെക്സ് D എവിടെയാണ്, സർക്കിളിനകത്താണ്. ഈ സർക്കിളിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ നേരത്തെ നമ്മൾ E വരച്ച പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ സർക്കിളിൽ ജോയിൻ ചെയ്തിട്ട് എന്താക്കി, E എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഇവിടെ ഈ ആംഗിൾ AECയും ബിയും കൂട്ടിക്കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക, 180 കിട്ടുക. അതായത് ആംഗിൾ ഇയും ആംഗിൾ ബിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുക, 180 കിട്ടുക. ഇതേപോലെ ഇവിടെ
ഈ ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യവും? ഈ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എന്തിന് തുല്യവും? ഈ ആംഗിൾ ഇയും പിന്നെന്താണ് ആംഗിൾ ഇ എ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണോ അതാണ് ഏത് വരിക? ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞ ആംഗിൾ വരിക. അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ തന്നെ ഇവിടെ എന്താണ്? ഈ ആംഗിൾ എ ഡി സി എന്തിനെക്കാട്ടും വലുതാവും? ഈനെക്കാട്ടും വലുതാവും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ഡിയും ഏത് എ ഡി സിയും ആംഗിൾ എ ഡി സിയും ആംഗിൾ ബിയും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നതാണ്? 180നേക്കാട്ടും കൂടുതൽ കിട്ടും. അതാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? 180നേക്കാട്ടും ഈ ആംഗിൾ എവിടെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ 3 വെർട്ടെക്സ് വൃത്തത്തിലും 3 വെർട്ടെക്സ് സർക്കിളിലും ഒരു വെർട്ടെക്സ് സർക്കിളിൻ്റെ പുറത്തും ആണെന്നുണ്ടെങ്കിൽ എന്താവും? ഈ ഓപ്പോസിറ്റ് സർക്കിളിൻ്റെ പുറത്തുള്ള വെർട്ടെക്സും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും കൂടി കൂട്ടിയാൽ 180നേക്കാട്ടും കുറവാകും. സർക്കിളിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ആ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിളും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നതാണ്? 180നേക്കാട്ടും കൂടുതലാവും. If one vertex of a quadrilateral is outside the circle drawn through the other 3 vertex, then the sum of the angles at this vertex and the opposite vertex is less than 180. If it is inside the circle, the sum is more than 180. അതായത് ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ 3 വെർട്ടെക്സ് കൂടെ നമ്മളൊരു വൃത്തം വരച്ച് കഴിഞ്ഞാൽ ഈ 4ാമത്തെ വെർട്ടെക്സും അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180നേക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിൽ ആ 4ാമത്തെ വെർട്ടെക്സ് വൃത്തത്തിൻ്റെ പുറത്താവും. 180നേക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ 4ാമത്തെ വെർട്ടെക്സ് എവിടെയാവും? സർക്കിളിൻ്റെ അകത്താവും. അതാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിച്ചത്. അതായത് ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെൻ്ററി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ക്വാഡ്രിലാറ്ററിൻ്റെ 4 വെർട്ടീസ് കൂടിയും പാസ് ചെയ്യണം എന്ത് ചെയ്യാൻ കഴിയും? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം എല്ലാ റെക്റ്റാങ്കിളും എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. എന്തുകൊണ്ടാണ് എല്ലാ റെക്റ്റാങ്കിളും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയത്? ഈ എല്ലാ റെക്റ്റാങ്കിളിൻ്റെ ഒക്കെ 4 ആംഗിൾസും എന്താണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് ഓപ്പോസിറ്റ്സ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കിൾ 4 വെർട്ടീസിൽ കൂടിയും പാസ് ചെയ്യണം എന്ത് വരയ്ക്കാൻ കഴിയും? ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയും. അതുകൊണ്ട് റെക്റ്റാങ്കിൾസ് ഒക്കെ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. നമ്മൾ നോക്കണം ഐസോസിൽസ് ട്രപ്പീസി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണോ എന്നാണ് എന്താ ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. ഇതാണ് എന്ത്? ഒരു ഐസോസിലസ് ട്രപ്പീസിയം. ഈ ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോൺ എയും കോൺ ബിയും എന്താവും? തുല്യമാവും. കോൺ എയും കോൺ ബിയും തുല്യമായും കൊണ്ട് അതേപോലെ തന്നെ എന്തും തുല്യമാവും? കോൺ ഡിയും കോൺ സിയും എന്താവും? തുല്യമാവും. ഇതിൽ അപ്പോൾ കോൺ എയും കോൺ ബിയും തുല്യമാണ്. ഇവിടെ നോക്കൂ, കോൺ എ പ്ലസ് ഡി അല്ല ഇവിടെ വരിക. എന്താണ്? പ്ലസ് കോൺ എന്താണ് വരിക? സി ഈക്വൽ ടു എന്താണ്? 180 എന്നാണ് വരിക. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. കോൺ എ പ്ലസ് കോൺ സി എന്താണ്? 180 വരും. കോൺ ബി പ്ലസ് കോൺ ഡി എന്ത് വരും? 180 വരും. അപ്പോൾ എന്ത് കിട്ടി? ഓപ്പോസിറ്റ്സ് ആംഗിൾസ് എന്താണെന്ന് കിട്ടി? നമുക്ക് സപ്ലിമെൻ്ററി ആണെന്ന് കിട്ടി. അപ്പോൾ ഓപ്പോസിറ്റ്സ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയതുകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു സർക്കിൾ 4 വെർട്ടീസ് കൂടിയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഇതെന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മളിനി ഇത്രയും പഠിച്ച ഭാഗത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്റർ ഇൻ ദ പിക്ചർ ആൻഡ് ആൾസോ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ഡയഗണൽസ്. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന പിക്ചറിൽ ഓരോ ക്വാഡ്രിലാറ്ററിൻ്റെ ഓരോ കോണും അതേപോലെ ഈ ഡയഗണലിൻ്റെ തമ്മിലുള്ള കോണാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കാണേണ്ടത്. ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. ഇവിടെ ഒരു 50 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 30 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 45 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വാഡ്രിലാറ്ററിന് പേര് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് കൊടുത്തു? എ ബി സി ഡി കൊടുത്തു. അതേപോലെ ഈ 2 ഡയഗണൽ കൂട്ടിമുട്ടണ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? ഒന്നും കൊടുത്തു. നമ്മൾ നോക്കണം, നമുക്കറിയാം എന്ത്? ഒരു ട്രയാങ്കിളത്തെ കോണ് മൊത്തം എത്രയാവും? 180 ആവും നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ കോൺ അങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കൺസിഡർ ചെയ്യാണ്? ട്രയാങ്കിൾ എ ബി ഒ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ എ ബി ഒ കൺസിഡർ ചെയ്താൽ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്താവും? ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ഈ ആംഗിളും കുറച്ചതാവും. അതായത് ആംഗിൾ ഒ എ ബി പ്ലസ് ആംഗിൾ ഒ ബി
എ ആവും. അതായത് ഈക്വൽ ടു എന്താണ് 180 മൈനസ് 50 പ്ലസ് 30 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 ഈക്വൽ ടു എത്ര 100 കിട്ടി. അപ്പോൾ ഏത് കിട്ടി നമുക്ക്? ഇതാ ഈ കോൺ എത്ര കിട്ടി? 100 കിട്ടി. നമുക്കറിയാം രണ്ട് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആംഗിൾസ് എന്താവും? സെയിം ആവും. അപ്പോൾ ഈ ആംഗിൾ 100 ആണെങ്കിൽ അതേപോലെ ഈ ആംഗിൾ എന്താവും? അപ്പോൾ 100 ആവും. ഈ രണ്ട് ആംഗിളും 100 ആണെങ്കിൽ ഒരു മൊത്തത്തിൽ എത്ര ഉണ്ടാവുക? 360 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും 100 ആകുമ്പോൾ അവിടെ എന്ത് കിട്ടി? 200 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താവും? ഇത് രണ്ടും കൂടി കൂട്ടി എന്ത് കിട്ടണം? 160 കിട്ടണം. 160 കിട്ടണമെങ്കിൽ അപ്പോൾ ഇവിടെ എത്ര വരണം? ഇവിടെ 80 വരണം. അതുപോലെ തന്നെ ഇവിടെ എന്ത് വരണം? 80 വരണം. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഡയഗണലിലുള്ള എല്ലാ കോണുകളും നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി കോണുകൾ കിട്ടണം. അതിൽ പ്രധാനമായിട്ട് നോക്കൂ, നമുക്ക് എന്താ അറിയാം? ഈ ആർക്കത്തെ കോണ്, ഒരു ആർക്കിലുള്ള കോണുകളൊക്കെ എന്താണെന്നറിയാം? സെയിം ആണെന്നറിയാം. ഒരു ആർക്കിലുള്ള ആംഗിൾസ് ഒക്കെ എന്താവും? സെയിം ആവും. അപ്പോൾ ഈ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഈ കോൺ 30, ഇതാ ഈ കോൺ ഈ എ സി ഡി എന്ന് പറഞ്ഞ കോൺ എന്താണ്? ഒരേ ആർക്കിലാണുള്ളത്. അതായത് കോൺ എ ബി ഡി ഈക്വൽ ടു എന്താവും? കോൺ എ സി ഡി ആവും. എ സി ഡി ആവും. കോൺ എ ബി ഡി പറഞ്ഞ എന്തിന് തുല്യവും? കോൺ എ സി ഡിക്ക് തുല്യവും. കാരണം അതെന്താണ്? ഒരേ ആർക്കിലുള്ള കോണാണ്. സെയിം ആർക്കിലുള്ള കോണുകൾ എന്താവുന്നതാണ്? തുല്യവുന്നതാണ്. അപ്പോൾ ഇത് 30 ആവുകൊണ്ട് ഈ കോൺ എന്താവും? ഈക്വൽ ടു 30 ആവും. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തത്തിൽ എത്ര കിട്ടി? ഈ സി മൊത്തത്തിൽ എത്ര കിട്ടും നമുക്ക്? 45. അപ്പോൾ കോൺ സി ഈക്വൽ ടു എന്ത് കിട്ടും? 45 പ്ലസ് 30 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 75 കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? 30 കിട്ടി, 75 കിട്ടി. അതുപോലെ നമുക്ക് എന്തറിയാം? ഒരു എന്ത് സർക്കിൾസിലെ സർക്കിളിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി അറിയാം. അപ്പോൾ ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണമെന്നാണ്? ഈ ആംഗിളും ഈ ആംഗിളും ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണമെന്നാണ്? 180 കിട്ടണമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എങ്ങനെ എഴുതാം? ആംഗിൾ ഡി എ സി ഈക്വൽ ടു എന്ത് എഴുതാം? 180 മൈനസ് 50 പ്ലസ് 45 പ്ലസ് 30 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 180 മൈനസ് 125 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 55 ഡിഗ്രി കിട്ടും. അതായത് ഈ കോൺ എത്ര വന്നു? 55 ഡിഗ്രി വന്നു. ഇനി അതേപോലെ തന്നെ ഈ 45 നോക്കുകയാണെങ്കിൽ ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളും എന്താണ്? സെയിം ആർക്കിലുള്ളതാണ്. അതായത് ആംഗിൾ എ സി ബിയും ഈക്വൽ ടു എന്ത് വരും? ആംഗിൾ എ ഡി ബിക്ക് ഈക്വൽ ആവും. കാരണം അത് രണ്ടും എന്താണ്? സെയിം ആർക്കിലുള്ള കോണാണ്. അപ്പോൾ ഇത് 45 ആയതുകൊണ്ട് ഇത് എന്താവും? ഈക്വൽ ടു എത്രയും 45 ഡിഗ്രി ആവും. അപ്പം നമുക്ക് ഇവിടെ എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും. ഇനി അപ്പോൾ ഈ കോൺ എത്ര കിട്ടണം? ഈ കോൺ നോക്കൂ, ഈ ആംഗിളും ഈ ആംഗിളും എന്താ ഉള്ളത്? ഒരേ ആർക്കിലാണ്. അതായത് നോക്കിക്കോളൂ, ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലുള്ള ഈ കോണും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഉള്ള ഈ കോണും എന്താണ്? ഒരേ ആർക്കിലാണ്. അപ്പം എന്ത് കിട്ടും നമുക്ക്? ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ സി ഡി ബി ഈക്വൽ ടു എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കാണാം എങ്ങനെ? ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താവുന്നതാണ്? സപ്ലിമെന്ററി ആവുന്നതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റേ ആംഗിൾ എന്ത് കിട്ടും? ആംഗിൾ ഡി ബി സി ഈക്വൽ ടു എന്ത് വരും? 180 മൈനസ് 50 പ്ലസ് 45 പ്ലസ് 30 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 125 വിച്ച് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 55 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്ത് കിട്ടും? കോൺ എ ഈക്വൽ ടു എത്ര കിട്ടും? 105 ഡിഗ്രി കിട്ടും. കോൺ ബി ഈക്വൽ ടു എത്ര കിട്ടും? 85 ഡിഗ്രി കിട്ടും. കോൺ സി ഈക്വൽ ടു എത്ര കിട്ടും? 75 ഡിഗ്രി കിട്ടും. കോൺ ഡി ഈക്വൽ ടു എത്ര കിട്ടും? 95 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൂഫ്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു വൃത്തത്തിനുള്ളിൽ വരയ്ക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു സൈഡത്തെ ഔട്ടർ ആംഗിൾ എന്തിന് തുല്യമാവും, അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിന് എന്താവുന്നതാണ് തുല്യമാവുന്നതാണ് തെളിയിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. നമ്മൾ അതിന് എന്ത് കൊടുക്കുകയാണ്, എ ബി സി ഡി കൊടുത്തു. ഈ നീട്ടി വരച്ച് നമ്മൾ എന്തും കൊടുത്തു, ഇയും കൊടുത്തു. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ സി ഡി ഇ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ആംഗിൾ നമ്മൾ എന്തെടുക്കുകയാണ്, എക്സ് എന്ന് എടുക്കുകയാണ്. എന്താ എടുക്കുന്നത്, എക്സിന്. ഏത് ആംഗിൾ നമ്മൾ എടുക്കുന്നത്, ആംഗിൾ എ ഡി സി ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്തു, എക്സ് നമ്മൾ ചൂസ് ചെയ്തു. ഇത് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, സൈക്കിൾ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താവും എന്നറിയാം, സപ്ലിമെന്ററി ആവും. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് എന്ത് കിട്ടും, 180 മൈനസ് എക്സ് കിട്ടും. അതായത് ആംഗിൾ എ ബി സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 180 മൈനസ് എക്സ് കിട്ടും. അതെന്താണ്, സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ഈ ആംഗിൾ എത്ര കിട്ടി, 180 മൈനസ് എക്സ് കിട്ടി. ഇനി നമുക്കറിയാം ഒരു ലൈനിലുള്ള ആംഗിൾ എപ്പോഴും എത്രയാവും, 180 ആവും. അപ്പൊ ഇത് എക്സ് ആയതുകൊണ്ട് ഈ ഭാഗം എന്താവും, 180 മൈനസ് എക്സ് ആവും. അതായത് എന്താണ്, ആംഗിൾ സി ഡി ഇ ഈക്വൽ ടു എന്ത് കിട്ടും, 180 മൈനസ് എക്സ് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഈ ആംഗിളും ഈ ആംഗിളും എത്ര കിട്ടി, 180 മൈനസ് എക്സ് കിട്ടി. അപ്പം എന്ത് പറയാൻ പറ്റും, ആംഗിൾ എ ബി സി ഈക്വൽ ടു എന്ത് പറയാം, ആംഗിൾ സി ഡി എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 180 മൈനസ് എക്സ് ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ ഔട്ടർ ആംഗിൾ എന്തിന് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് വെർട്ടെക്സത്തെ ആംഗിളിന് ഈക്വൽ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് എ പാരലലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ ഈസ് നോട്ട് സൈക്ലിക്. ഒരു പാരലലോഗ്രാം, റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലലോഗ്രാം ഒന്നും എന്താവില്ല എന്നാണ്, സൈക്ലിക് ആവില്ല. അതായത് റെക്റ്റാങ്കിൾ അല്ലാത്ത ഒരു പാരലലോഗ്രാമിന് നമുക്കൊരു സർക്കിളിൻ്റെ അകത്ത് 4 വെർട്ടെക്സ് സർക്കിളിൽ വരുന്ന രീതിയിൽ വരയ്ക്കാൻ കഴിയില്ല. നമ്മൾ ആദ്യം ഇവിടെ ഒരു പാരലലോഗ്രാം കൺസിഡർ ചെയ്തു. നമ്മൾ അതിന് പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. നമുക്ക് സൈക്ലിക് ആവണമെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം, 180 കിട്ടണം. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ആണ്. അതുപോലെ തന്നെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്രയാണ്, 180 ആണ്. ഇതാണ് ഒരു എന്ത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത. അതുപോലെ പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താവും, പാരലലാവും. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താവും, സെയിം ആവും. അതായത് ആംഗിൾ എ ഈക്വൽ ടു എന്ത് വരും, ആംഗിൾ സി വരും. അതുപോലെ തന്നെ ആംഗിൾ ബി ഈക്വൽ ടു എന്ത് വരും, ആംഗിൾ ഡി വരും. അതായത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി യു ആവണം, എ പ്ലസ് സി ഈക്വൽ ടു 180 ആവണം എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു എത്ര വരിക, 90 ആണ് വരിക. അങ്ങനെയെന്ന് വെച്ചാൽ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആവും വേണം. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 180 കിട്ടണം. അങ്ങനെ വരുമ്പോൾ എല്ലാ ആംഗിൾസ് എന്താവും, 90 ഡിഗ്രി ആവും. അതപ്പോൾ എന്താവും, ഒരു റെക്റ്റാങ്കിൾ ആവും. നമുക്ക് എന്താ പറഞ്ഞാൽ, റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലലോഗ്രാം എന്നാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലലോഗ്രാം ഒന്നും എന്തല്ല, സൈക്ലിക് അല്ല. അതായത് therefore എന്ത്, എ പാരലലോഗ്രാം which is not a rectangle is not cyclic. നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. അതായത് ഐസോസിലസ് അല്ലാത്ത ഒരു ട്രപ്പീസിയം എന്തല്ല, സൈക്ലിക് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, രണ്ട് സൈഡ് എന്താവും, പാരലൽ ആവും. ഈ ബി സി എന്ന് പറഞ്ഞ സൈഡും എ ഡി എന്ന് പറഞ്ഞ സൈഡും എന്താവും, എപ്പോഴും പാരലൽ ആവും. ഐസോസിലസ് ട്രപ്പീസി ആണെന്നുണ്ടെങ്കിൽ എ ബി ഈക്വൽ ടു ബി ഡി ആണ്. ഇവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, ഐസോസിലസ് അല്ലാത്ത ട്രപ്പീസിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യണേ. അപ്പൊ നമ്മൾ എന്ത് പറയാണ്, എ ബി സി ഡി എന്താണ്, നോൺ ഐസോസിലസ് ട്രപ്പീസിയാണ്. നോൺ ഐസോസിലസ് ട്രപ്പീസിയാണ് എന്ത്, എ ബി സി ഡി.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എ ഡി എന്ന് പറഞ്ഞ എന്തിന് പാരലാണ്? എ ഡി പാരലൽ ടു എന്താണ്? ബി സി ആണ്. അതുപോലെ നോൺ ഐസോസിലസ് ആയതുകൊണ്ട് എ ബി നോട്ട് ഈക്വൽ ടു എന്താണ്? സി ഡി. എ ബി സി ഡി നോൺ ഐസോസിലസ് ആയതുകൊണ്ട് എ ബി സി ഡി എന്താവില്ല? ഈക്വൽ ആവില്ല. എ ബി സി ഡി ഈക്വൽ ആകാത്തത് കൊണ്ട് തന്നെ കോൺ എ നോട്ട് ഈക്വൽ ടു എന്താവും? കോൺ ഡി ആവും. കോൺ എ ഒരിക്കലും എന്തിനും ഈക്വൽ ആവില്ല? കോൺ ഡി എനിക്ക് ഈക്വൽ ആവില്ല. ഈ എ ഡി പറഞ്ഞ ലൈനും ബി സി എന്ന് പറഞ്ഞ ലൈനും പാരലൽ ആയതുകൊണ്ട് ഈ കോൺ എയും കോൺ ബിയും എന്താവും? സപ്ലിമെന്ററി കോണുകളാവും. എന്താണ്? ഈ എ ഡി എന്ന് പറഞ്ഞ ലൈനും ബി സി എന്ന് പറഞ്ഞ ലൈനും പരസ്പരം പാരലൽ ആയതുകൊണ്ട് കോൺ എയും കോൺ ബിയും എന്താവും? സപ്ലിമെന്ററി ആംഗിൾസ് ആവും. അതായത് കോൺ എ പ്ലസ് കോൺ ബി ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി ആവും എന്നാണ് പറഞ്ഞത്. കോൺ എ പ്ലസ് കോൺ ബി എന്താവുന്നതാണ്? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ ഡി പ്ലസ് സി എന്താവണം? 180 ഡിഗ്രി ആവണം. പക്ഷെ കോൺ ഡി പ്ലസ് സി എന്താവില്ല? 180 ആവില്ല. എന്തുകൊണ്ടാണ്? കോൺ എ നോട്ട് ഈക്വൽ ടു എന്താണ്? കോൺ ഡി ആണ്. ഇത് എന്താണ്? ഇത് ഐസോസിലസ് ട്രപ്പീസി അല്ലാത്തതുകൊണ്ട് കോൺ എ നോട്ട് ഈക്വൽ ടു എന്താണ്? കോൺ ഡി ആണ്. അതുകൊണ്ട് തന്നെ എന്താവും? കോൺ ഡി പ്ലസ് കോൺ സി നോട്ട് ഈക്വൽ ടു എന്താവും? 180 ഡിഗ്രി ആവും. ഇത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കോൺ എ ഈക്വൽ ടു കോൺ ഡി ആയാൽ മാത്രമേ എന്താവുള്ളൂ? നമ്മൾ എന്താവുള്ളൂ? ഈ കിട്ടുന്ന സർക്കിള് എന്താവുള്ളൂ? സൈക്ലിക് ആവുള്ളൂ. ഇത് നമുക്ക് എന്താ മനസ്സിലായത്? കോൺ എ ഈക്വൽ ടു കോൺ ഡി ആയാൽ മാത്രമേ അങ്ങനെയുള്ള ട്രപ്പീസിയം മാത്രമേ എന്താവുള്ളൂ? സൈക്ലിക് ആവുള്ളൂ. അപ്പോൾ എന്താണ്? നോൺ ഐസോസിലസ് ട്രപ്പീസിയം ഒന്നും എന്തല്ല? സൈക്ലിക് അല്ല എന്നാണ് ഇവിടെ പ്രൂവ് ആയത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇൻ ദ ഫിഗർ ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഇന്റർസെക്ട് അറ്റ് പി ക്യു ആർ എസ്. ഇതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ. പ്രൂവ് ദാറ്റ് പി ക്യു ആർ എസ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്താ വെച്ചാൽ, ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞ എന്തുണ്ട്? ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഈ എ ബി സി ഡി എന്നുള്ള ക്വാഡ്രിലാറ്ററലിന്റെ ഓരോ ആംഗിൾസിന്റെയും ബൈസെക്ടേഴ്സ് ആണ് നമ്മൾ നീട്ടി വരച്ചിരിക്കുന്നത്. ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന് അത് എന്താവും? കറക്റ്റ് സമഭാഗം ചെയ്യും. കറക്റ്റ് രണ്ടായിട്ട് ഈക്വൽ 2 പാർട്ടാക്കും. അതാണ് ബൈസെറ്റിന്റെ പ്രത്യേകത. അങ്ങനെ ഓരോ ബൈസെറ്റ്സ് വരച്ചിട്ടുണ്ട്. ഈ ബൈസെറ്റ്സ് കൂട്ടിമുട്ടുമ്പോൾ കിട്ടുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ് പി ക്യു ആർ എസ് എന്ന് പറയുന്നത്. ഈ പി ക്യു ആർ എസിന് ചുറ്റും ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ സൈക്ലിക് ആവും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ഓരോ ആംഗിളിനും എന്താ കൊടുക്കുകയാണ്? പേര് കൊടുക്കുകയാണ്. ഇവിടെ എല്ലെന്ന് കൊടുത്താൽ ഇവിടെ എല്ല് കൊടുക്കും. കാരണം നമ്മൾ ഒരു ബൈസെക്ടർ ആണ് വരച്ചത്. അപ്പൊ ഈ 2 ആംഗിളും എന്താവും? ഈക്വൽ ആവും. അതേപോലെ ഇവിടെ എം കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? എം കൊടുത്തു. ഇവിടെ എൻ കൊടുത്തു, ഇവിടെ എന്ത് കൊടുത്തു? എൻ കൊടുത്തു. ഇവിടെ കെ കൊടുത്തു, ഇവിടെയും കെ കൊടുത്തു. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ മൊത്തം ആംഗിൾസ് എത്രയെന്ന് അറിയാം? 360 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ എഴുതുകയാണ്, നമുക്ക് എത്ര എൽ ഉണ്ട്? 2 എൽ ഉണ്ട്. അപ്പൊ 2L പ്ലസ് 2M പ്ലസ് 2N പ്ലസ് 2K ഈക്വൽ ടു എത്ര കിട്ടും? 360 കിട്ടും. അതായത് എല്ലാ കോണുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ്? 360 കിട്ടും. എല്ലാത്തിലും ഒരു 2 ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക? എൽ പ്ലസ് എം പ്ലസ് എൻ പ്ലസ് കെ ഈക്വൽ ടു എന്ത് കിട്ടി? 180 ടി. ഇവിടെ എന്താ ഇത്? ഈക്വേഷൻ നമ്മൾ എന്തോട് ഡിവൈഡ് ചെയ്തു? ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാണ്? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഏതാണെന്ന് വെച്ചാൽ എ എസ് ഡി. ഏത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ട്രയാങ്കിൾ എ ഡി എസ്. എ ഡി എസ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഈ കോൺ എസ് എന്ന് പറയുന്നത് എത്രയോ? ഈ കോൺ എസ് എന്ന് പറയുന്നത് 180 കെയും എല്ലും കൂടി കുറച്ചതാവും. അതായത് നമ്മൾ ട്രയാങ്കിൾ എ ഡി എസ് കൺസിഡർ ചെയ്യാണ്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ട്രയാങ്കിളത്തെ മൊത്തം ആംഗിൾ എത്രയും നമുക്കറിയാം? 180 ആണെന്ന് അറിയാം. അപ്പൊ ഈ ആംഗിൾ എസ് എന്ന് പറഞ്ഞ എത്രയാവും? 180 എല്ലും കെയും കൂട്ടിയിട്ട് 180 കുറച്ചതാവും എന്ത്? ഈ ആംഗിൾ എസ് എന്ന് പറഞ്ഞത്. അതായത് ഈ ആംഗിൾ എത്രയും? ആംഗിൾ എസ് ഈക്വൽ ടു എന്താവും? 180 മൈനസ് കെ പ്ലസ് എൽ ആവും. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും എന്താവും? 180 മൈനസ് കെ പ്ലസ് എൽ ആവും. ഈ ആംഗിൾ നമ്മൾ എന്ത് പേര് കൊടുക്കുകയാണ്? സ്മോൾ ആർ എന്ന് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഈ സ്മോൾ ആർ എന്ന് കൊടുത്ത ആംഗിൾ എന്താവും? സ്മോൾ ആർ ഈക്വൽ ടു എന്താവും? 180 മൈനസ് കെ പ്ലസ് എൽ ആവും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്താവും? സെയിം ആവും. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ട്രയാങ്കിൾ സി ക്യു ബി. ട്രയാങ്കിൾ സി ക്യു ബി കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ ഉള്ള ഈ ആംഗിൾ നമ്മൾ എന്ത് കൊടുത്തു? ക്യൂ എന്ന് കൊടുത്തു.
ഈ ക്യൂ എന്ന് കൊടുത്ത ആംഗിൾ എന്താവും 180. എമ്മും എന്നും കൂട്ടിയിട്ട് 180 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ ക്യൂ കിട്ടും. അതായത് ആംഗിൾ ക്യൂ ഈക്വൽ ടു എന്ത് കിട്ടും? 180 മൈനസ് എം പ്ലസ് എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നമ്മൾ എന്തെടുത്തു? സ്മോൾ പി കൊടുത്തു. ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്ത് കിട്ടും? ആംഗിൾ പി ഈക്വൽ ടു എന്ത് കിട്ടി? 180 മൈനസ് എം പ്ലസ് എൻ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇത് രണ്ടുമാണ്. ഈ ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണെങ്കിൽ പി ക്യൂ ആർ എസ് എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്താവണം? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്ത് പറയാം? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂട്ടി നോക്കുകയാണ്. എന്തൊക്കെ കൂട്ടി നോക്കണേ? ആംഗിൾ ക്യൂ അല്ല, ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി എന്ത് ചെയ്യാണ്? നമ്മൾ കൂട്ടി നോക്കുകയാണ്. ദാറ്റ് ഈക്വൽ ടു എത്ര കിട്ടും? ഇവിടെ എന്താണ്? 180 മൈനസ് കെ പ്ലസ് എൽ പ്ലസ് എന്ത്? 180 മൈനസ് എം പ്ലസ് എന്ന് കിട്ടും. അപ്പൊ എത്ര 180 ഉണ്ട്? 2 180 ഉണ്ട്. ഇവിടെ ഒരു 180, ഇവിടെ ഒരു 180. അപ്പൊ എത്ര വരും? 360 മൈനസ് കെ പ്ലസ് എൽ പ്ലസ് എം പ്ലസ് എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, കെ പ്ലസ് എൽ പ്ലസ് എം പ്ലസ് എൻ എന്താ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? 180 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? 360 മൈനസ് എന്ത് വരും? 180 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 180 കിട്ടി. അപ്പൊ നോക്കൂ, നമുക്ക് ഇത് അവിടെ ഈ ക്വാഡ്രിലാറ്ററിന്റെ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടി എത്ര കിട്ടിയെന്നാണ്? 180 കിട്ടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എന്ത് കിട്ടും? 180 കിട്ടും. അപ്പൊ ഈ എന്ത്? ഈ പി എന്ത് കിട്ടും? ഈ പി ക്യൂ ആർ എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടും? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന്. ഈസ് പി ക്യു ആർ എസ് ഈസ് സൈക്ലിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ the two circles below intersect at a PQ and lines through these point meet the circle at A, B, C, D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABCD is a cyclic quadrilateral. താഴെ രണ്ട് സർക്കിൾ തന്നിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പറയണത് ഈ എ ബിയും സി ഡി എന്താണ്? പാരലാണ്. ഈ എ സിയും ബി ഡിയും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ബി പാർട്ട് ഇതേ സാധനം തന്നെ, സെയിം സാധനം തന്നെ, പക്ഷെ എന്താണ്? 3 സർക്കിൾ ഉണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? പ്രൂവ് ചെയ്യാൻ പോണത്. ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2 സർക്കിൾസ് ഉണ്ട്. ഈ 2 സർക്കിൾസ് കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് എന്ത്? പിയും ക്യൂവും. ഇനി ഇതിൽ മൊത്തം 2 സർക്കിൾ മൊത്തത്തിൽ നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. എ ബി സി ഡി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എ ബി സി ഡി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ പിക്ക് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഈ പിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ബി പി ക്യൂവും അതുപോലെ തന്നെ പി ക്യു സി ഡിയും രണ്ടും എന്താണ്? ആർ എന്താണ്? സൈക്ലിക് ആണ് അല്ലേ? നോക്കൂ, ഈ വലിയ വൃത്തത്തിലുള്ള ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ത്? എ ബി ക്യു പി. അതുപോലെ ഈ ചെറിയ വൃത്തത്തിലുള്ള ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ത്? പി ക്യു സി ഡി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വലിയ ക്വാഡ്രിലാറ്ററൽ, അതായത് എ ബി സി ഡി എന്താണ്? സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ആംഗിൾ എ എന്തെടുക്കാണ്? എക്സ് എടുക്കാണ്. അതായത് ആംഗിൾ എ ഈക്വൽ ടു എന്തെടുത്തു? എക്സ് എടുത്തു. ആംഗിൾ എ ഈക്വൽ ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ക്യൂ എന്താവും? ഈ ഇവിടെ കേട്ടോ ആംഗിൾ എന്ത്? ആംഗിൾ ബി ക്യൂ പി എന്ന് പറയുന്നത് എന്താവും? 180 മൈനസ് എക്സ് ആവും അല്ലേ? കാരണം എന്താണ്? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് രണ്ടും പാരലൽ അല്ല തന്നിട്ടുണ്ട് കേട്ടോ. ഏത്? എ സി ബി ഡിയും പാരലൽ അല്ല തന്നിട്ടുണ്ട്. അപ്പൊ എ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് 180 മൈനസ് എക്സ് കിട്ടും. അപ്പൊ ഇത് 180 മൈനസ് എക്സ് ആയ ഈ ആംഗിൾ നമുക്ക് എത്ര എഴുതാം? എക്സ് എന്ന് എഴുതാം. അതായത് അപ്പൊ ഈ ആംഗിൾ എന്താവും? ഏത് ആംഗിള്? ആംഗിൾ പി ക്യു ഡി ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് കിട്ടും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ത് കിട്ടും? 180 മൈനസ് എക്സ് കിട്ടും. കാരണം എന്താ? ഇതെന്താണ്? ഈ ചെറിയ വൃത്തത്തിൽ ഈ പി ക്യു സി ഡി പറഞ്ഞത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതുകൊണ്ട് ആംഗിൾ സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് എക്സ് കിട്ടും. അപ്പൊ നോക്കൂ, ആംഗിൾ എ ഈക്വൽ ടു എക്സും കിട്ടി, ആംഗിൾ സി ഈക്വൽ ടു എന്തും കിട്ടി? 180 മൈനസ് എക്സും കിട്ടി. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡ് എന്താണ്? പാരലൽ ആണ്. ഏത്? എ ബിയും സി ഡിയും എന്താണ്? പാരലൽ ആണ്. അതേപോലെ ആംഗിൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? അല്ല, ആംഗിൾ എ ഈക്വൽ ടു എക്സും കിട്ടി, ആംഗിൾ സി ഈക്വൽ ടു എന്തും കിട്ടി? 180 മൈനസ് എക്സും കിട്ടി. അതായത് ആംഗിൾ എ എക്സ് ആണ്, ആംഗിൾ സി എന്താണ്? 180 മൈനസ് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത്? ഈ ക്വാഡ്രിലാറ്ററൽ ഏത്? എ ബി
സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐസോസിലസ് ട്രപ്പീസിയാണ്. ഒരു ഐസോസിലസ് എന്താണ്? ട്രപ്പീസിയാണ്. കുറച്ച് നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഐസോസിലസ് ട്രപ്പീസി ഒക്കെ എന്താണ്? സൈക്ലിക് ആണ്. അതുകൊണ്ട് എന്താണ്? എ ബി സി ഡി എന്താണ്? സൈക്ലിക് ആണ്. ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലെന്തുണ്ട്? ഇതിൽ 3 സർക്കിൾ ഉണ്ട്. നേരത്തെ നമ്മൾ 2 സർക്കിൾ ഉള്ളതാണ് ചെയ്തത്. ഇവിടെ 3 സർക്കിൾ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ജോയിൻ ചെയ്യാണ്? ഈ പി ക്യൂ എന്ന് പറഞ്ഞ ലൈനും ഈ പി ക്യൂവും അതേപോലെ ആർ എസും നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഈ പി ക്യൂവും ആർ എസും ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏതൊക്കെ? എ ബി പി ക്യൂ, അതേപോലെ പി ക്യൂ ആർ എസ് ആൻഡ് ഏതൊക്കെ? ആർ എസ് സി ഡി. ഇതൊക്കെ എന്താണ്? ഈ 3 എന്താണ്? സൈക്ലിക് ആണ്. ഈ 3 ക്വാഡ്രിലാറ്ററൽ എന്താണ്? സൈക്ലിക് ആണ്. കാരണം 3 ക്വാഡ്രിലാറ്ററലിൽ 4 വെർട്ടിക്സ് എവിടെ കിടക്കുന്നത്? ഈ വൃത്തത്തിനുള്ളിലാണ്. ഏതെങ്കിലും ഒരു വൃത്തത്തിനുള്ളിലാണ്. നമ്മൾ ഈ സൈഡ് നോക്കാൻ വിചാരിച്ചോളൂ. ഇത് നമ്മൾ എന്തെടുത്തു? എക്സ് എടുത്തു. ഇത് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും? 180 മൈനസ് എക്സ് ആവും. കാരണം എന്താണ്? ആംഗിൾ എ ബി പി ക്യൂ എന്താണ്? സൈക്ലിക് ആണ്. അപ്പൊ സൈക്ലിക് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആവും. ഇവിടെ കിട്ടും 180 മൈനസ് എക്സ് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? എക്സ് കിട്ടും. അതെങ്ങനെയാ? ഒരു ലൈനിലുള്ള ആംഗിൾ എത്രയാണ്? 180 മൈനസ് എക്സ് ആണ്. അപ്പൊ ഇത് 180 മൈനസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കിട്ടും? എക്സ് കിട്ടും. അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താ കിട്ടും? 180 മൈനസ് എക്സ് കിട്ടും. എന്തുകൊണ്ടാണ്? ഈ ക്വാഡ്രിലാറ്ററൽ ഏത്? പി ക്യൂ ആർ എസ് എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ എന്താണ്? സൈക്ലിക് ആണ്. അപ്പോ ഇത് 180 മൈനസ് എക്സ് ആയതുകൊണ്ട് ഇത് എന്താവും? എക്സ് ആവും. നേരത്തെ പോലെ തന്നെ എന്ത്? ഒരു ലൈനിലുള്ളത് എന്താണ്? ഒരു ലൈനിലുള്ള ആംഗിൾ എത്രയോ? 180. അപ്പൊ ഇതെന്താവും? 180 മൈനസ് എക്സ് വരും. ഇതുപോലെ തന്നെ നമ്മൾ ആംഗിൾ എ വൈ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്ത് വരും? 180 മൈനസ് വൈ വരും. ഇവിടെ വൈ വരും. ഇവിടെ എന്ത് വരും? 180 മൈനസ് വൈ വരും. ഇവിടെ വൈ വരും. ഇവിടെ എന്ത് വരും? 180 മൈനസ് വൈ വരും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കിട്ടുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ളത്. പിന്നെ ഈ വരയുമ്പോഴത്തെ കിട്ടുന്നത് ഒരു ലൈനത്തെ ആംഗിൾ എപ്പോഴും എന്താണ്? 180 ആണെന്നുള്ളത്. ഈ ഫിഗർ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് കോൺ എ പ്ലസ് കോൺ ഡി എന്ത് കിട്ടണം? 180 കിട്ടണം. ഇവിടെ കോൺ എ എന്താണ്? വൈ ആണ്. വൈ പ്ലസ് ഇവിടെ കോൺ ബി എന്താണ്? 180 മൈനസ് വൈ ആണ്. അപ്പൊ വൈയും വൈയും ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ടു എന്ത് കിട്ടി? 180 കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് കോൺ ബി പ്ലസ് കോൺ സി. കോൺ ബി പ്ലസ് കോൺ സി. കോൺ ബി പ്ലസ് കോൺ സി എന്താണ്? എക്സ് പ്ലസ് 180 മൈനസ് എക്സ് കിട്ടും. എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് കിട്ടും? 180 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താന്ന് കിട്ടി? സപ്ലിമെന്ററി ആണ് കിട്ടി. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടി? 180 കിട്ടി. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്. അതുകൊണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഈസ് സൈക്ലിക്. എന്താണ്? സൈക്ലിക് ആണ്. ഇത്രയുള്ളൂ പ്രൂഫ്. അടുത്ത 7th ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ പോയിന്റ് പി ക്യു ആർ ആർ മാർക്ക്ഡ് ഓൺ ദ സൈഡ്സ് എ ബി സി സി എ ബി ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ദ സർക്കിൾസ് ഓഫ് ട്രയാങ്കിൾ എ ക്യു ആർ ആൻഡ് ബി ആർ പി ആർ drawn. M is the point where these circles intersect. Prove that the circle of triangle CPQR also passed through M. ഒരു ട്രയാങ്കിൾ ഉണ്ട്, 2 സർക്കിൾ ഉണ്ട്. ഈ സർക്കിൾസ് ഒരു ട്രയാങ്കിൾ ഏതിൻ്റെ? ട്രയാങ്കിൾ ബി ആർ പിൻ്റെതും ട്രയാങ്കിൾ എ ക്യു ആറിൻ്റെതും എന്താണ്? സർക്കിളാണ്. ഇനി നമ്മൾ സി പി ക്യൂവിന് ഒരു സർക്കിൾ വരച്ചാലും അത് പി എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടെ പോകും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 7th ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇത് എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ എ ബി സിന്റെ ഓരോ സൈഡ്സിലുള്ള ഓരോ പോയിന്റ് ആണ് എന്ത്? പി ക്യു ആർ എസ് എന്ന് പറയുന്നത്. എ ബിത്തെ ഒരു പോയിന്റ് ആണ് എന്ത്? ആറ്. ബി സിത്തെ ഒരു പോയിന്റ് ആണ് പി. എ സിത്തെ ഒരു പോയിന്റ് ആണ് ക്യു. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ട്രയാങ്കിൾസിന്റെ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എ ആർ ക്യൂവിൻ്റെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ആർ പിൻ്റെത് എന്തുണ്ട്? ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ 2 സർക്കിളും കൂടി കടന്നു പോണ ഒരു പോയിന്റാണ് എം. ഇനി നമുക്ക് തെളിയിക്കണം എന്താ വെച്ചാൽ ഈ സി
പി ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും നമ്മൾ ഈ ട്രയാങ്കിളിൽ ഒരു സർക്കിൾ വരച്ചാലും അതും എവിടെ കടന്നു പോകുന്നതാണ് നമ്മൾ തെളിയിക്കേണ്ടത്? എം കൂടെ കടന്നു പോകുന്നതാണ്, എം കൂടെ പാസ് ചെയ്യുന്നതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? തെളിയിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തൊക്കെ ജോയിൻ ചെയ്തു? ആർ എമ്മും ക്യൂ എം പി എം ഇതൊക്കെ എന്ത് ചെയ്തു? നമ്മൾ ജോയിൻ ചെയ്തു. അപ്പം നമുക്ക് ഇത് കൂടെ ഒരു സർക്കിൾ വരച്ച എം കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തെളിയിച്ചാൽ മതി? പി എം ക്യൂ സി എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് തെളിയിച്ചാൽ മതി. ആദ്യം നമ്മൾ നോക്കുകയാണെന്ത്, ഈ സർക്കിളിനുള്ളത്തെ ക്വാഡ്രിലാറ്ററൽ, ഈ സർക്കിളിനുള്ളത്തെ ക്വാഡ്രിലാറ്ററൽ ഏതാണ്? ബി ആർ എം പി. ഈസ് എന്താണ്? ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈസ് എന്താണ്? സൈക്ലിക് ആണ്. ഈ ബി ആർ എം പി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയും 180 മൈനസ് ബി ആവും. ഈ ആംഗിൾ ബി ആണെങ്കിൽ ഇത് എത്രയും 180 മൈനസ് ബി ആവും. അതായത് ആംഗിൾ ആർ എം പി ഈക്വൽ ടു എത്ര കിട്ടി? 180 മൈനസ് ബി എന്ന് കിട്ടി. അതുപോലെ തന്നെ എ ആർ എം ക്യൂ എന്താണ്? സൈക്ലിക് ആണ്. അത് എന്തിനാണ് കിടക്കുന്നത്? ഈ വൃത്തത്തിനുള്ളിൽ കിടക്കുന്ന ക്വാഡ്രിലാറ്ററലാണ് എന്ത്? എ ആർ ക്യൂ എം. അതുകൊണ്ട് ഈ ആംഗിൾ എ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര കിട്ടും? 180 മൈനസ് എ എന്ന് കിട്ടും. അതായത് ആംഗിൾ ആർ എം ക്യൂ ഈക്വൽ ടു എന്ത് കിട്ടി? 180 മൈനസ് എ എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഈ ആംഗിൾ വേണം. ഏത്? ആംഗിൾ പി എം ക്യൂ വേണം. ആംഗിൾ പി എം ക്യൂ നോക്കൂ, ഇത് മൊത്തത്തിലൊരു സർക്കിളാണ്. ഒരു മൊത്തത്തിലൊരു സർക്കിളത്തെ ആംഗിൾ നമുക്ക് എത്രയാണെന്ന് അറിയാം? 360 എന്നറിയാം. അപ്പൊ അത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 360 കിട്ടും. അതുകൊണ്ട് ആംഗിൾ പി എം ക്യൂ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 360 മൈനസ് 360 ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടും. അതായത് 360 മൈനസ് 180 മൈനസ് ബി പ്ലസ് 180 മൈനസ് എ എന്ന് കിട്ടും. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 360 മൈനസ് എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പൊ ഈ 360 ഇതെന്താവും? 360 മൈനസ് 360 പ്ലസ് എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പൊ 360 ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് ഈക്വൽ ടു എന്ത് കിട്ടും? എ പ്ലസ് ബി എന്ന് കിട്ടും. എന്താ എ പ്ലസ് ബി എന്ന് കിട്ടിയത്? ഈ ആംഗിൾ, അതായത് പി എം ക്യൂ ഈക്വൽ ടു എന്ത് കിട്ടി? എ പ്ലസ് ബി എന്ന് കിട്ടി. നമുക്ക് ഈ ആംഗിൾ എന്ത് കിട്ടിയത്? 180 മൈനസ് എ പ്ലസ് ബി കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താന്ന് പറയാം? ഈ സി പി എം ക്യൂ എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറയാം. അപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എം കൂടെ പാസ് ചെയ്യുമെന്ന് പറയാം. അപ്പൊ നമ്മൾ ഇത് നോക്കുകയാണ്, ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ വലിയ ട്രയാങ്കിൾ ആണ്. വലിയ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാണ്. എ ബി സി നോക്കൂ, ഇത് എ ആണ്. ഈ ആംഗിൾ എ നിർത്തു, ഈ ആംഗിൾ ബി നിർത്തു. ഇത് ഓട്ടോമാറ്റിക്കലി എന്താണ്? 180 മൈനസ് എ പ്ലസ് ബി ആണ്. അതായത് ആംഗിൾ സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 180 മൈനസ് എ പ്ലസ് ബി എന്ന് കിട്ടി. അപ്പൊ നോക്കൂ, ഈ ആംഗിളും കൂട്ടുകയാണ്. അതായത് ആംഗിൾ പി എം ക്യൂ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് 180 മൈനസ് എ പ്ലസ് ബി വരും. അപ്പൊ എ പ്ലസ് ബി ക്യാൻസൽ ചെയ്ത് ഈക്വൽ ടു എന്ത് കിട്ടും? 180 കിട്ടും. അതായത് ഈ ആംഗിൾ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പോൾ നോക്കൂ, എന്തായി? എന്ത് കിട്ടി നമുക്ക്? പി എം ക്യൂ സി ഈസ് എന്താണ്? സൈക്ലിക് ആണ്. അത് സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് ഈ 4 പോയിന്റ് കൂടി പാസ് ചെയ്ത് പോകും. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 4 പോയിന്റ് കൂടി പാസ് ചെയ്ത് പോകുന്ന പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കായി എന്ത് കിട്ടും? ഇതാ ഈ 3 പോയിന്റ്സിന്റെ, അതായത് പി ക്യൂ സി എന്നുള്ളതിന് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് എം കൂടിയും പാസ് ചെയ്യും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് ദ പ്രൂഫ്.